അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞാൻ സ്കിൻ കെയർ ഓർഗനൈസിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ തീർന്നതിരിപ്പുണ്ട്, അതേപോലെ യൂസ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റും കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ ബാസ്ക്കറ്റ് കേട്ടോ. ബാസ്ക്കറ്റ് പർച്ചേസ് ചെയ്തത് ഞാൻ ലാസ്റ്റ് പറയാവേ. ഇത് വാസ്ലിൻ്റെ ആലോ ഫ്രഷിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു മോയ്സ്ചറൈസർ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ വളരെയധികം വയറലായിട്ടുള്ള ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് ഇത്. ഞാൻ ഹാഫ് യൂസ് ചെയ്തു, അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്ലമ്മിൻ്റെ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുള്ള ആലോവേര ജെല്ലാണ്. ഇതും നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടമായി ആ ഒരു ആലോവേര ജെല്ല്, പ്ലമ്മിൻ്റെ ആണ്. പിന്നെ ഡവിൻ്റെ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നാലും വെച്ചേക്കാം. പിന്നെ ഗ്ലിസറിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂട്രിഡേമിൻ്റെ ഒരു 1000 രൂപയുടെ റേഞ്ചിൽ വരുന്നൊരു മോയ്സ്ചറൈസറാണ്. പക്ഷേ എനിക്ക് എൻ്റെ സ്കിന്നിൽ ചേരാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, വെച്ചേക്കാണ്. പിന്നെ പ്ലമ്മിൻ്റെ SPF 50 ളുടെ സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇത് സ്ട്രീക്സിൻ്റെ ഹെയർ സീറോ ആണ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും എണ്ണ തേക്കാൻ തോന്നുമ്പോൾ ജാസ്മിൻ, പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ യൂസ് ചെയ്യും. പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ടോണർ, ബയോട്ടിക്കിൻ്റെ ആണ്. പിന്നെ ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ച് തീർന്ന ഒന്ന് ബെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീനും ഒന്ന് ജോൺസൺ ബേബിയുടെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഉണ്ട് കേട്ടോ. ബെറി ബ്രൈറ്റ് ഭയങ്കര സോഫ്റ്റും സിൽക്കിയാണ്. അതുപോലെ ജോൺസൺ ബേബിയുടെ മിൽക്ക് ആൻഡ് റൈസ് ക്രീം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളം പോലത്തെ സൺസ്ക്രീൻ അല്ല, സോറി, മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആണ്. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയാണ് തന്നെ ഉള്ളത്. പിന്നെ ഇത് എൻ്റെ എൻഗേജിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. ഓൾമോസ്റ്റ് തീരാറായി, അപ്പോൾ ഇതും ഞാൻ ഇതിനകത്തുനിന്ന് മാറ്റാൻ പോവുകയാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഓർഗനൈസിങ്. ഇതിനകത്ത് ആവശ്യമുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ അടുക്കി പുറക്കി വെച്ചു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വേറൊരു ഓർഗനൈസിങ് കാണിച്ചു തരാം. അപ്പോൾ ബൈ.